ഐഹിക ജീവിതം വഞ്ചനാത്മകമായ വിഭവം മാത്രം എന്ന് ഒരു സ്ഥലത്ത് ഞാൻ വായിക്കുകയുണ്ടായി. മാ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആന്റെ ചരിത്രത്തോടുള്ള ഈ സുധീരമായ വിളംബരം ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പിൻബലത്തോടുകൂടി നമ്മുടെ കാലഘട്ടത്തോട് തുറന്നു പറയുന്ന, ഭൗതിക പ്രമത്തതയിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തിന് മുമ്പിൽ പറയേണ്ടതായ ഈ തത്വം അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഊന്നിപ്പറയുന്ന ഈ നെഞ്ചൂക്കും ഈ ആദർശബന്ധുരതയും അഭിനന്ദനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ഈ വിഷയത്തെ പറ്റിയുള്ള ചില ചിന്തകൾ ഇവിടെ സമർപ്പിക്കുന്നതിനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിവന്ദനായ സുഹൃത്ത് ശ്രീ ശ്രീധരൻ പിള്ള കാര്യമാത്ര പ്രസക്തമായി ഇത്തരം വേദികളിൽ സംസാരിക്കുകയും രാഷ്ട്രീയമായും സാംസ്കാരികമായും വ്യത്യസ്തത പുലർത്തുന്ന തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോഴും ഇത്തരം വേദികളുടെ പ്രാധാന്യവും ഇതിലൂടെ ഉണ്ടായി വരേണ്ട ഉത്ഗ്രഥനവും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അദ്ദേഹത്തെ പോലുള്ളവരുടെ സാന്നിധ്യം, സൈദാലിക്കുട്ടി അഡ്വക്കറ്റ് അവരുടെ സാന്നിധ്യം, നടക്കാനിരിക്കുന്ന നിഅമത്തുള്ള ഫാറൂഖിയുടെ പ്രഭാഷണം എല്ലാം പരിഗണിച്ചുകൊണ്ട്, നടന്ന പ്രഭാഷണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ പഴയ കൺസെപ്റ്റ് തന്നെ മാറേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് മനുഷ്യാവകാശം? മനുഷ്യന്റെ അവകാശം, അവന്റെ ജീവിതത്തിന്റെ അവകാശം, അവന്റെ അഭിമാനത്തിന്റെ അവകാശം, സ്വത്തിന്റെ അവകാശം, രക്തത്തിന്റെ അവകാശം, അതൊക്കെയാണ് സാമാന്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യാവകാശത്തിന്റെ പ്രാഥമികമായിട്ടുള്ള രീതിവിശേഷങ്ങൾ. പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ പോയി. കാഴ്ചപ്പാട് ആകെ മാറേണ്ടി വന്നിരിക്കുന്നു. കാരണം മനുഷ്യനിന്ന് നഷ്ടപ്പെടുന്നത് അവൻ്റെ ജീവിക്കാനുള്ള അവകാശം, അവൻ്റെ രക്തത്തിൻ്റെ അവകാശം, അവൻ്റെ മുതലിൻ്റെ അഭിമാനത്തിൻ്റെ അവകാശം മാത്രമല്ല, അവന് നിലനിൽക്കാനുള്ള മണ്ണിൻ്റെ അവകാശം, അവന് മേലോട്ട് നോക്കാനുള്ള ആകാശത്തിൻ്റെ അവകാശം, അവന് ശ്വസിക്കുന്ന വായു അവൻ്റെ അകത്തേക്ക് സ്വതന്ത്രമായിട്ട് ശ്വസിക്കാനുള്ള അവകാശം, കുടിവെള്ളത്തിന്റെ അവകാശം, ആഹാരത്തിന്റെ അവകാശം. ലോക വനശക്തിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ചെയ്ത പ്രസ്താവന നിങ്ങൾ ചേർത്ത് വായിക്കുക. മാനമര്യാദക്ക് ആഹാരം കഴിച്ച് ജീവിക്കാനുള്ള അവകാശം. ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരന്മാരെ നോക്കി നിങ്ങൾ തിന്നിട്ടാണ് ലോകത്ത് ദാരിദ്ര്യമെന്ന് പറയുന്ന ആ രീതിയിലുള്ള മനുഷ്യാവകാശത്തിനെതിരായിട്ടുള്ള പുതിയ വെല്ലുവിളികൾ, പുതിയ ഭീഷണികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പതിവിൻ പടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മനുഷ്യാവകാശത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇന്ന് മനുഷ്യാവകാശം എന്ന് പറയുന്നത് അവൻ്റെ പരിസരത്ത് അന്തർലീനമാണ്. അവൻ്റെ പരിസരത്ത് നിന്ന് മനുഷ്യാവകാശങ്ങൾ അടർത്താൻ സാധിക്കില്ല. മനുഷ്യൻ്റെ മണ്ണ്, അവൻ്റെ വായു, അവൻ്റെ വെളിച്ചം, അവൻ്റെ വാനം, ഇതൊക്കെ അവൻ്റെ അവകാശങ്ങളോട് അഭേദ്യമാവിധം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ലോകത്തിനി ഉണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ അതിർത്തികൾ വികസിപ്പിക്കാനായിരിക്കുകയില്ല, രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിരിക്കുകയില്ല, കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകം ഇന്ന് ജലദശകം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം ജലദശകം, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അന്തർദാഹത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു 10 കൊല്ലം, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള 10 കൊല്ലം. വെള്ളത്തിനുള്ള അവകാശം, വായു, നല്ല വായു ശ്വസിക്കാനുള്ള അവകാശമുണ്ടോ?